ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീംകോടതി ഈ മാസം 16-ന് പരിഗണിക്കും. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയ്ക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. റാണയെ അല്പസമയത്തിനകം ഡൽഹിയിലെത്തിക്കും. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച സർവകക്ഷി യോഗം വിളിച്ച് സംസ്ഥാന സർക്കാർ. സാങ്കേതിക വിദ്യയിലൂടെ പൌരകേന്ദ്രീകൃത സേവനങ്ങൾ നവീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ സ്മാർട്ട് സംവിധാനം ഇനി മുതൽ ത്രിതല പഞ്ചായത്തുകളിലും. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ 19 വിദ്യാർത്ഥികളെ പുറത്താക്കി കേരള വെറ്ററിനറി സർവകലാശാല. പ്രഥമ ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ടേബിൾ ടെന്നീസ് മത്സരങ്ങൾക്ക് നാളെ കൊച്ചിയിൽ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്ലോവാക്യ സന്ദർശിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ബ്രാറ്റിസ്ലാവയിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നടന്ന സ്ലോവാക് ഇന്ത്യ ബിസിനസ് ഫോറം ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് രംഗത്തെ പരസ്പര പങ്കാളിത്തത്തിനുള്ള മികച്ച അവസരം ഈ ബിസിനസ് ഫോറം നൽകുന്നുവെന്ന് രാഷ്ട്രപതി മുർമു പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഡൽഹിയിലെത്തിക്കും. ഇതേ തുടർന്ന് എൻഐഎ ആസ്ഥാനത്തും പട്യാല കോടതിയിലും ദേശീയ തലസ്ഥാനത്തെ മറ്റു പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയമാണ് മുംബൈ ആക്രമണ കേസിലെ പ്രതിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതെന്നും പ്രതിക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്ന വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീംകോടതി ഈ മാസം 16-ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു. കാലത്തിന് അനുസൃതമായി സാങ്കേതിക വിദ്യയിലൂടെ പൌരകേന്ദ്രീകൃത സേവനങ്ങൾ നവീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും മനുഷ്യനന്മയ്ക്കും സാമൂഹിക പരിവർത്തനത്തിനും ഉതകുന്നതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ സേവനം കെ സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിൽ വിന്യസിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കെ സ്മാർട്ടിലൂടെ 900-ലധികം സർക്കാർ സേവനങ്ങളാണ് ലഭ്യമാകുന്നത്. രണ്ടാം ഘട്ടമായി 941 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 14 ജില്ലാ പഞ്ചായത്തുകളിലേക്കുമാണ് കെ സ്മാർട്ട് സേവനം വ്യാപിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 2228.30 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ഇതോടെ ഈ മാസം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളുടെ നിർവ്വഹണത്തിലേക്ക് കടക്കാനാകും. സംസ്ഥാനത്ത് ഡ്രൈ ഡേ പൂർണ്ണമായി ഒഴിവാക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ്. മദ്യനയം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യത്തിന്റെ വ്യവസായ സാധ്യത മാത്രമാണ് സർക്കാർ കണക്കിലെടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വലിയ സാധ്യത കേരളത്തിന്റെ മുമ്പിലുണ്ട്. ഒരു തുള്ളി ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല. മുഴുവൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണ്. ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ, ബിസിനസ് എന്ന നിലയിൽ ഈ സാധ്യത ഉപയോഗിക്കണം. ഫ്രൈഡേ നിലനിൽക്കുന്നു, അത് പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അതേസമയം ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫ്രൈഡേയുടെ ഫലമായിട്ട് ടൂറിസം മേഖലയിൽ വലിയ നഷ്ടം ഉണ്ടാകുന്നു. സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ മാസം 16-ന് സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ഇതിന് മുന്നോടിയായി അതേ ദിവസം മതമേലധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു ചേർക്കും. 2 യോഗങ്ങളും ഓൺലൈനായാണ് ചേരുക. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ 19 വിദ്യാർത്ഥികളെ പുറത്താക്കി കേരള വെറ്ററിനറി സർവകലാശാല. വിദ്യാർത്ഥികൾക്ക് മറ്റ് ക്യാമ്പസുകളിൽ പ്രവേശനം നൽകിയത് ചോദ്യം ചെയ്ത് സിദ്ധാർത്ഥന്റെ അമ്മ സമർപ്പിച്ച ഹർജിയിലാണ് സർവകലാശാല ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. അന്വേഷണത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതായും സർവകലാശാല അറിയിച്ചു. തോട്ടം മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. ഇതിനായി IIM കാലിക്കറ്റിന്റെ പഠന ശുപാർശകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ കരട് നയം സംസ്ഥാന മന്ത്രിസഭയുടെ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ ഓഫീസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നത് ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക യോഗം വിളിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 60ാം ദിവസത്തിൽ. ഇതോടനുബന്ധിച്ചുള്ള നിരാഹാര സമരം 22ാം ദിവസത്തിലേക്കും കടന്നു. കേരളം ആശമാരോടൊപ്പം എന്ന പേരിൽ ഈ മാസം 12-ന് പൌരസംഗമം സംഘടിപ്പിക്കുമെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരനേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം ആശാപ്രവർത്തകരുടെ സമരം എത്രയും വേഗം പരിഹരിക്കപ്പെടണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി കൊല്ലത്ത് പറഞ്ഞു. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം തസ്തികയിലേക്ക് നിയമനത്തിനുള്ള നടപടി തുടങ്ങിയതായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ചെയർമാൻ KB മോഹൻദാസ്. ജാതി വിവേചന ആരോപണത്തെ തുടർന്ന് BA ബാലു രാജിവച്ച ഒഴിവിലേക്കാണ് പുതിയ നിയമനം. പട്ടികയിൽ അടുത്ത സ്ഥാനക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ നിയമനത്തിനുള്ള നടപടി ആരംഭിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഇന്ന് നടക്കും. സുന്ദരവിലാസം കൊട്ടാരത്തിന് മുന്നിൽ തയ്യാറാക്കുന്ന വേട്ടക്കളത്തിലാണ് പള്ളിവേട്ട. നാളെ വൈകുന്നേരം 5 മണിയോടെ ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിക്കോട്. നാളെ വൈകുന്നേരം ശ്രീകോവിലിലെ ദീപാരാധനയ്ക്ക് ശേഷം ശ്രീപത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് ആറാട്ട് ഘോഷയാത്ര ശംഖുമുഖത്തേക്ക് പുറപ്പെടും. രാത്രി 10 മണിയോടെ വിഗ്രഹങ്ങളെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് ശ്രീബലിയും കൊടിയിറക്കവും നടക്കും. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ നാളെ വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 വരെ അടച്ചിടും. ഈ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ഇന്ന് പള്ളിവേട്ട നടക്കും. ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ പൂർത്തിയാക്കിയാണ് പള്ളിവേട്ടയ്ക്ക് പുറപ്പെടുക. പമ്പയിൽ നാളെ ആറാട്ടും നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. കേരള പോലീസ് ആതിഥേയത്വം വഹിക്കുന്ന പ്രഥമ ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് മത്സരങ്ങൾക്ക് കൊച്ചിയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കമാകും. ചൊവ്വാഴ്ച വരെ നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് പ്രദേശത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി വരെ കന്യാകുമാരി തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനനും ഭാര്യയും 4ഉം 6ഉം വയസ്സുള്ള 2 മക്കളുമാണ് മരിച്ചത്. ഉപ്പുതറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് പാർവതി പുത്തനാറിലും അനുബന്ധ കനാലുകളിലുമുള്ള മാലിന്യങ്ങൾ നീക്കി മഴക്കാല പൂർവ്വ ശുചീകരണം ഉടനടി നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല സമിതി രൂപീകരിച്ച് നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന് ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. കുളവാഴകൾ കാരണം ഒഴുക്ക് നിലച്ച ആക്കുളം വേളിക്കായലിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾക്കായി ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ. തിരുവനന്തപുരം 7ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്ന ഇക്കൊല്ലത്തെ വിഷു, ഈസ്റ്റർ സഹകരണ വിപണികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി VN വാസവൻ നിർവഹിക്കും. ഏപ്രിൽ 12 മുതൽ 21 വരെയാണ് വിഷു, ഈസ്റ്റർ സബ്സിഡി വിപണി സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീംകോടതി ഈ മാസം 16-ന് പരിഗണിക്കും. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയ്ക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. റാണയെ അല്പസമയത്തിനകം ഡൽഹിയിലെത്തിക്കും. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച സർവകക്ഷി യോഗം വിളിച്ച് സംസ്ഥാന സർക്കാർ. സാങ്കേതികവിദ്യയിലൂടെ പൌരകേന്ദ്രീകൃത സേവനങ്ങൾ നവീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ-സ്മാർട്ട് സംവിധാനം ഇനി മുതൽ ത്രിതല പഞ്ചായത്തുകളിലും. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ 19 വിദ്യാർത്ഥികളെ പുറത്താക്കി കേരള വെറ്ററിനറി സർവകലാശാല. പ്രഥമ ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് മത്സരങ്ങൾക്ക് നാളെ കൊച്ചിയിൽ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.